UP വിഭാഗം സംസ്കൃതം ഗാനാലാപനത്തിൽ ഒന്നാം സ്ഥാനം കിട്ടിയ കൊച്ചുമിടുക്കനാണ് നമ്മുടെ കൂടെ ഉള്ളത്. അവ്യ നാരായണൻ. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? സർവോദയം. അപ്പോൾ 5ാം ക്ലാസ്സിലെന്ന് പറയുമ്പോൾ കലോത്സവ വേദിയിൽ ഇപ്പോൾ ആദ്യമായിട്ടായിരിക്കും അല്ലേ? എങ്ങനെയുണ്ട് കലോത്സവം? കുഴപ്പമില്ല. നമ്മളിങ്ങനെ ആദ്യമായിട്ട് കലോത്സവത്തിന് പോകാമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലിങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതുപോലെ തന്നെയാണോ? വന്നപ്പോൾ എങ്ങനെയുണ്ട്? വന്നപ്പോൾ നല്ലൊരു ഭയം ഉണ്ടായിരുന്നു. വരുന്നതിന് മുൻപ് ഇങ്ങനെ നമുക്ക് കുറേ പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നോ എങ്ങനെയായിരിക്കും എന്നൊക്കെ? അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളിങ്ങനെ ആദ്യമായിട്ട് മത്സരം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ കുട്ടികളുടെ ഇടയിലേക്ക് പോവാണ്, കലോത്സവത്തിന് ആദ്യമായിട്ട് വരികയാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഫസ്റ്റും കൂടെ കിട്ടിയപ്പോൾ എന്തായി? നല്ല സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ എന്ന് സമ്മാനം കിട്ടിയാൽ നമുക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുള്ള നമ്മൾ പ്രസൻറ്റ് ചെയ്ത ആ ഒരു പ്രോഗ്രാമില്ലേ, അത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ചൊന്ന് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമോ ഇപ്പോൾ? ഗോപികേ ഗോപാലികേ ഗോപപാലാരാധികേ ഗോപികേ ഗോപാലികേ ഗോപപാലാരാധികേ ത്വന്മുഖേ ദൃശ്യത്തെ കിം नु പരിഭവലാഞ്ജനം ത്വന്മുഖേ ദൃശ്യത്തെ കിം नु പരിഭവലാഞ്ജനം ഗോപികേ ഗോപാലികേ ഗോപപാലാരാധികേ. നല്ല രസമായിട്ട് പാടുന്നുണ്ടല്ലോ. പാട്ട് പഠിക്കാനെന്താ എപ്പോൾ തൊട്ടാണ് പഠിക്കാൻ തുടങ്ങിയത്? ഞാനൊരു 8 വയസ്സ് തൊട്ട് തുടങ്ങിയിട്ടു. 8 വയസ്സെന്ന് പറയുമ്പോൾ ഒരു 2ാം ക്ലാസ് 3ാം ക്ലാസ് ഒക്കെ സമയം തൊട്ട് 3-ലൊക്കെ തൊട്ട് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ 3, 4 ഇപ്പോൾ 5-ലായിട്ടുള്ളൂ കേട്ടോ. നമ്മൾ കലോത്സവം എന്ന് പറയുമ്പോൾ UP-ക്കാരെ സംബന്ധിച്ച് ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റേറ്റ് ലെവലെന്ന് പറഞ്ഞാൽ ഇല്ല, നമ്മൾ ജില്ലയിലെ മികച്ച ഒരു സ്ഥാനം നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലേ? ഇനി അടുത്ത വർഷമാണ് നമ്മൾ വീണ്ടും കലോത്സവത്തിൽ വരിക. അപ്പോൾ ഏതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കണേ? ഞാൻ മലയാള പദ്യത്തിനും പിന്നെ ലളിതഗാനത്തിനും പിന്നെ ശാസ്ത്രീയ സംഗീതം അതിൻഡിവിജ്വലായിട്ട് അതന്നെ 3 ഉള്ളൂ. ഇത്തവണ 3 പങ്കെടുത്തിട്ടുണ്ട്. ഇത്തവണ ഇതിനൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ജില്ലയ്ക്ക് വരാൻ പറ്റിയില്ല. ജില്ലയ്ക്ക് വന്നത് നമ്മൾ സംസ്കൃതം പദ്യം ഗാനാലാപനത്തിനായിട്ടാണ് വന്നത്. അപ്പോൾ അതിൽ സമ്മാനമായിട്ട് 1ാം സ്ഥാനമായിട്ട് മടങ്ങുകയാണ്. അപ്പോൾ നല്ല രസമുണ്ടോ കലോത്സവം? അപ്പോൾ വീണ്ടും അടുത്ത കൊല്ലം ഇനി കലോത്സവത്തിന് കാണാം അല്ലേ? ആ ഓക്കെ, താങ്ക് യു ആൻഡ് കൺഗ്രാജുലേഷൻസ്.